കോളേജ് വിദ്യാഭ്യാസം തൊട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയിൽ അംഗമായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്നാണ് സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയനായ ഒരു നേതാവായി മാറുന്നത്. വിക്കിപീഡിയ അനുസരിച്ച് 12/11/1989 ആണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തായി കാണുന്നത്. രാജയോഗവും കർമാധിപത്യവും നേടിക്കൊടുത്ത പ്രസ്തുത ഡേറ്റ് ഓഫ് ബർത്താണ് രാഹുലിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വളക്കൂറായത്. എന്നാൽ രാഹുൽ എന്ന BR രാഹുൽ പരക്കെ അറിയപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. ഈ പേരിൻ്റെ സംയുക്ത സംഖ്യയായ 33 കപാല സംഖ്യാശാസ്ത്രമനുസരിച്ച് വീഴ്ചയുടെ സംഖ്യയായ 6ൻ്റെ ഏറ്റവും നീചമായ അക്കമാണ്. പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അക്കമായ 3 ഈ 33-നുള്ളിൽ 11-നെ സൃഷ്ടിക്കുന്നത് കൊണ്ട് ദുഷ്ചിന്തയുള്ളവരും ദൈവചിന്ത വെടിയുന്നവരും ലൈംഗികതയിൽ അടിപ്പെടുന്നവരും തീർത്തും കുരുക്കുകളിൽ അകപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അക്കം ഒരു പേരിൻ്റെ ജീവസംഖ്യയായി വൈബ്രേറ്റ് ചെയ്യപ്പെട്ടാൽ ദുഷ്കീർത്തിയോ തകർച്ചയോ മരണമോ വരെ സംഭവിക്കാവുന്നതാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ പേരിലും ഇതേ സംഖ്യയാണ് ചലിക്കപ്പെട്ടത്. ഇവിടെ രാഹുലിൻ്റെ ശരിയോ തെറ്റോ രാഷ്ട്രീയ ധാർമ്മിക നൈതിക വശങ്ങളോ അല്ല നാം ചർച്ച ചെയ്യുന്നത്. ഓരോ പേരും അതിൻ്റെ കപാലയ്ക്കനുസരിച്ച് ഭാഗ്യമോ നിർഭാഗ്യമോ ആയി മാറുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സ്വയം തിരിച്ചറിവിലൂടെ നവീകരിക്കപ്പെടുകയും ഒപ്പം പേര് സൗഭാഗ്യസംഖ്യയിലേക്ക് മാറ്റുകയും ചെയ്താൽ ഇനിയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.